മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, അതിലൊക്കെ തടസ്സമായി ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വരാൻ ശ്രമിക്കുകയാണ്. മനുഷ്യന്റെ ബുദ്ധിയെ അതിനെ തടസ്സപ്പെടുത്തുന്ന ടെമ്പററി പ്ലഷറുകളിലേക്ക് ആളുകളെ നയിക്കാൻ ലഹരിയുടെ വ്യാപനം കാരണമായി മാറുന്നു. ലഹരിയെ നമുക്ക് തടഞ്ഞേ പറ്റൂ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ 3 ടീച്ചർമാർ ഉറപ്പായിട്ടും പെടും. പുറം ലോകം കാണില്ലെന്നാണ് വാർത്ത കിട്ടുന്നത്. അപ്പൊ ഷാഫി പറമ്പിലാണ് ഇവിടെ ഇടപെടുന്നത്. ഷാഫി പറമ്പിൽ വടകരയിൽ MP ആണ്. എന്തായാലും ഷാഫി പറമ്പിലിന്റെ ഒരു സ്പീച്ച് ഉണ്ട്, അത് ഞാൻ എന്തായാലും വെച്ചുതരാം. ഇനി ഈ ടീച്ചർമാരെ കുറിച്ച് ഒരു വക്കീല് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ കേസ് അന്വേഷിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരുടെ കേസ് എവിടം വരെ ആയെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ആരാണ് ഈ 3 പേര്? ഇവര് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരാണ്. ഇവരുടെ പണി എന്താണെന്ന് അറിയോ? പലതവണ MDMA ഒക്കെ അടിച്ചു കയറ്റിയിട്ടാണ് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പോയത്. കഞ്ചാവ് വരെ അടിച്ചിട്ട് ബോധമില്ലാതെ പോയി പഠിപ്പിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ട്. ഒന്ന് ആലോചിക്കുക, എന്തൊക്കെയാ നമ്മൾ കേൾക്കുന്നത്. ഈ തെറ്റും ശരിയും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഗുരുക്കന്മാരായിട്ടുള്ള ടീച്ചർമാരാണ് ഈ കുട്ടികളുടെ അടുത്ത് കഞ്ചാവും MDMA ഒക്കെ വലിച്ചിട്ട് പോയിട്ട് പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ നിൽക്കുന്നത്. കഷ്ടം തന്നെ. ഇവരുടെ പക്കൽ നിന്ന് ഒരുപാട് കഞ്ചാവും MDMA ഒക്കെ പിടികൂടിയിട്ടുണ്ട്. ശരിക്കും പോലീസുകാർ ഇവരെ കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവരൊരു ലഹരി മാഫിയ തന്നെയാണ്. ഒന്ന് ആലോചിച്ചു, ഇതൊരു ആണാണെങ്കിൽ നമുക്ക് പറയാം ഓക്കെ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഈ 3 പെണ്ണുങ്ങള്, അതും ടീച്ചർമാര്, ആണായാലും പെണ്ണായാലും തെറ്റ് തന്നെയായിരിക്കും. പക്ഷെ ഒരാണാണെങ്കിൽ നമുക്ക് അത് അങ്ങനെ വിടാം. അതായത് പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അതും ടീച്ചർമാര്, വല്ലാത്ത കഷ്ടം തന്നെ. ഇവരുടെ ഈ പ്രവൃത്തി, ടീച്ചർമാരുടെ ഈ പ്രവൃത്തി, തികട്ട ഈ ടീച്ചർമാരെ ഇഷ്ടമല്ലാത്തവരെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. നമുക്ക് ആദ്യം തന്നെ ഒരു ന്യൂസിന്റെ ഒരു ക്ലിപ്പ് കേൾക്കാം, അത് കേട്ടിട്ട് വരാം. പേരാമ്പ്ര BRCയിലെ അധ്യാപികയായ കുട്ടോത്ത് സ്വദേശിയായ വലിയപറമ്പിൽ VP നീഷ്മയാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്ത അധ്യാപികമാരായ കീർത്തന, കാവ്യ എന്നിവരിൽ നിന്നും ലഭിച്ച വിവരത്തെ തുടർന്നാണ് SIT സംഘം പ്രതിയെ പിടികൂടിയത്. നീഷ്മയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ലഹരി വിൽപ്പന നടത്തിയ പണം എത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു. സുഹൃത്തുക്കളായ ഇവർ 3 പേരും MDMA ഉപയോഗിച്ചിരുന്നതായും വ്യക്തമായിട്ടുണ്ട്. ഈ 3 അധ്യാപികമാരും ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവർ ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത്. കേസിൽ കൂടുതൽ അധ്യാപകർക്ക് പങ്കുണ്ടെന്ന സംശയത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. വടകര ഇൻസ്പെക്ടർ AV ദിനേശിന്റെ നേതൃത്വത്തിലുള്ള SIT സംഘത്തിനാണ് അന്വേഷണ ചുമതല. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിശോധനകളുടെ ഭാഗമായി വടകര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 2 അധ്യാപികമാരും അറസ്റ്റിലായിരുന്നത്. ഇവരുടെ ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് നീഷ്മയും അറസ്റ്റിലായത്. കഴിഞ്ഞ മാസം 28-ന് സഫ്വാൻ എന്ന യുവാവ് MDMAയുമായി പിടിയിലായിരുന്നു. ഇയാളുടെ മൊഴി അനുസരിച്ചാണ് ആദ്യം അറസ്റ്റിലായ കീർത്തനയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പിന്നാലെ കാവ്യയും അറസ്റ്റിലായി. പേരാമ്പ്ര BRCയിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന കാവ്യയുടെ അക്കൗണ്ടിലേക്ക് മുൻപ് അറസ്റ്റിലായ കീർത്തനയുടെ ലഹരി പണമിടപാടുകൾ നടന്നെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കാവ്യയെയും അറസ്റ്റ് ചെയ്തത്. ഒന്ന് ആലോചിക്കുക, നമ്മള് കുട്ടികളെ എന്തൊക്കെ പ്രതീക്ഷയോടെയാണ് പിന്നെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത്. അവിടുത്തെ ടീച്ചർമാര് വരെ MDMAയും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ച് പഠിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ടീച്ചറാണ്. ആ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ നാട് മുന്നോട്ട് പോയാൽ എന്താകും അവസ്ഥ? എങ്ങനെയാണ് ഇനി അങ്ങോട്ട് ഒരു സ്കൂളിലേക്ക് ഒരു കുട്ടിയെ നമ്മൾ അയക്കുന്നത്? ശരിക്കും ഇവറ്റകൾക്കൊക്കെ തക്കതായിട്ടുള്ള വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. എല്ലാ സ്കൂളിലും കോളേജുകളിലും വലിയൊരു അന്വേഷണം വളരെ അത്യാവശ്യമാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് രമേശ് ചെന്നിത്തല ഇതിനായിട്ടുള്ള ഒരു മുൻകൈ എടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. MDMA പണമിടപാടിൽ പേരാമ്പ്ര BRCയിലെ 3ാമത്തെ അധ്യാപികയാണ് അറസ്റ്റിലായത്. ആവള കുട്ടോത്ത് സ്വദേശിനിയായ നീഷ്മ VP ആണ് അറസ്റ്റിലായത്. നീഷ്മയുടെ അക്കൗണ്ടിലേക്കും ലഹരി വിൽപ്പനയുടെ പണം വന്നിട്ടുണ്ട്. കാവ്യയും നീഷ്മയും കീർത്തനയും MDMA ഉപയോഗിക്കാറുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പേരാമ്പ്ര BRCയിൽ ഇന്നലെ വിളിച്ച യോഗത്തിൽ നീഷ്മ എത്തിയിരുന്നെങ്കിലും മാധ്യമങ്ങളെയും പോലീസിനെയും കണ്ടതോടെ ഫോൺ ഓഫാക്കി മുങ്ങി. നിലവിൽ അറസ്റ്റിലായ 3 അധ്യാപകരും എന്നും ഒരുമിച്ചാണ് ഉണ്ടാകാറുള്ളതെന്ന് BPCയോട് പറഞ്ഞു. ഈ ഗാങ്ങിൽ എനിക്ക് തോന്നുന്നത് ശരിയാണോന്നറിയില്ല, ഒരു ഓട്ടിസം സെന്ററിലെ ഒരു ടീച്ചറും ഈ ഒരു 3 പേരെയാണ് നമ്മൾ ഒന്നിച്ച് കാണാറുള്ളത്. കീർത്തന, കാവ്യ, നീഷ്മ. കീർത്തനയ്ക്കെതിരെ പരാതി വന്നിട്ടും തുടരാൻ അനുവദിച്ചത് പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ മീഡിയ വണ്ണോട് പറഞ്ഞു. BRC നിയമിച്ചു എന്ന് പറഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതാണ്. അത് എന്തായിരുന്നു അതിന് കാരണം, ആരാണ് ഇത്തരക്കാരെ സംരക്ഷിക്കുന്നത്, ഇതൊക്കെ പരിശോധിച്ചിട്ട് പറയാം. പ്രധാനപ്പെട്ട കാര്യം, ഈ ലഹരി സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾക്ക് മാത്രമല്ല ഇവർ കൂട്ടുനിന്നത്, ലഹരി ഇടപാടും ഒപ്പം ഈ ലഹരി ഉപയോഗിക്കാനും അധ്യാപികമാർ തയ്യാറായിരുന്നു എന്നുള്ളതും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇവർ MDMA ഉപയോഗിക്കുന്ന ആളാണ്, ലഹരി ഉപയോഗിക്കുന്നവരാണ് ഈ പിടിയിലായ അധ്യാപികമാർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ലഹരി ഇടപാടിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഉപയോഗത്തെ കുറിച്ച് എന്തായാലും ടീച്ചർമാർ ഇങ്ങനെയുള്ളൊരു ദുഷ്പ്രവൃത്തി ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ആരാണെങ്കിലും ഇത് ചെയ്യുവാണെങ്കിൽ എന്തുവാണെന്നോ ആലോചിച്ച് നോക്കിയേ. ഇവർക്കും ഇല്ലേ മക്കള് എന്നാണ് ഞാൻ ചോദിക്കുന്നത്.
അപ്പൊ എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു വലിയ ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ഒരു അത്യാവശ്യമാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ആണ് ഇതൊക്കെ പുറത്തു വരുന്നത്. അപ്പൊ എന്തായാലും ഇവരെ കുറിച്ച് അന്വേഷിക്കുന്ന പോലീസിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവുമെന്ന് നമുക്ക് കേട്ടിട്ട് വരാം. ഇന്ന് അറസ്റ്റ് ചെയ്ത പ്രതി നീഷ്മ എന്ന അധ്യാപികയാണ്. അവരും പേരാമ്പ്ര BRCയുടെ അണ്ടറിൽ ജോലി ചെയ്തിരുന്ന ഒരു അധ്യാപികയാണ്. കസ്റ്റഡിയിലെടുക്കും. അത് അടുത്ത ദിവസങ്ങളിൽ അതിലുള്ള റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 3 അധ്യാപികമാരും ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചും ശക്തമായ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അതിൽ യാതൊരു ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് ശക്തമായ അന്വേഷണം വരും ദിവസങ്ങളിൽ ഉണ്ടാവും. ഇല്ല, അത്തരത്തിലുള്ള ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥലം പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അത്തരത്തിലുള്ള പരാതികളായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചതായി എനിക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവറ്റകൾ പുറം ലോകം കാണത്തില്ല. ഇനി നമുക്ക് അതേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇവരുടെ സഹ അധ്യാപികയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതും കൂടി നമുക്ക് കേട്ടു വരാം. കീർത്തനയ്ക്ക് ശേഷം നമ്മൾ ഇവളെ വിളിപ്പിച്ചു, കാവ്യയെ വിളിപ്പിച്ചു. എന്തെങ്കിലും പങ്കുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു. ആർക്കെങ്കിലും ഇതിൽ പങ്ക് ഉണ്ടെങ്കിൽ അവരുടനെ റിസൈൻ ചെയ്ത് പോയിക്കൊള്ളണം. എന്നാലും എന്നെ ടീച്ചറെ ഞാനൊന്നും ഇവളുമായിട്ട് സുഹൃത്ത് ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മളൊക്കെ വിചാരിച്ചത് ഇവരെല്ലാം ഡൈവോഴ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഒന്നിച്ച് ആയതാണ്, അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചത്. ഇവരെ പോക്കും വരവും ഒക്കെ ഒന്നിച്ചാ. അപ്പം നമ്മൾ അങ്ങനെ ഒരു അധ്യാപകരെ നമ്മൾ തെറ്റിദ്ധരിക്കുകയല്ലോ. ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ ഈ കീർത്തന ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഒരു ക്യാമ്പയിൻ നമ്മൾ സംഘടിപ്പിച്ചപ്പോൾ അതിൽ ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് സൂംബ ക്ലാസ് അവൾ കഴിഞ്ഞ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. 20 മില്യൺ ആളുകളെ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമിൽ ഈ സൂംബ കുട്ടികളെ ഒന്ന് രസിപ്പിക്കാനോ ഇതാണ് നമ്മളെ ലഹരി, അതായത് കായിക ക്ഷമതയാണ് നമ്മുടെ ലഹരി എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും ഈ ടീച്ചർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇനി ഈ ടീച്ചറും പ്രതിയാകുമെന്ന് അറിയത്തില്ല. കാര്യം അങ്ങനെയാണ് ഇപ്പൊ അവിടുത്തെ അവസ്ഥയെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഷാഫി പറമ്പിലിന്റെ ഒരു സ്പീച്ച് കേൾക്കാം. ലഹരിയെ കുറിച്ചിട്ടുള്ള അദ്ദേഹം നടത്തുന്ന നല്ലൊരു സ്പീച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കേൾക്കണം. മതങ്ങളെയും ജാതിയെയും അതെല്ലാവരെയും മനുഷ്യനായി ഉൾക്കൊണ്ടുപോകുന്ന ഒരു ജനറേഷൻ ഇവിടുന്ന് വളർന്നു വരേണ്ടതുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, അതിലൊക്കെ തടസ്സമായി ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വരാൻ ശ്രമിക്കുകയാണ്. അതിനെ തടസ്സപ്പെടുത്താനാണ് IPS കാരിയായുള്ള ആളുകൾ ഉൾപ്പെടെ ഇന്ന് ഈ വേദിയിൽ വന്നിട്ടുള്ളത്. ഈ ഗവൺമെന്റ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ നടപ്പിലാക്കുന്ന ഒരു വലിയ ക്യാമ്പയിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്ത നിങ്ങൾ കണ്ടു. 1.5 വയസ്സുള്ള ഒരു കുട്ടിയെ മർദ്ദിച്ചു കൊല്ലുന്നതിന്റെ വാർത്ത നമ്മൾ കണ്ടു നിൽക്കേണ്ടി വന്നു. ശരീരം പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ വാരിയെല്ലിന് 7 മുറിവുകൾ വാരിയെല്ലിന് സംഭവിച്ചു എന്നാണ് പറയുന്നത്. 1.5 വയസ്സുള്ള കുട്ടിക്ക് വാരിയെല്ലിന് 7 മുറിവ് സംഭവിക്കുന്ന തരത്തിൽ മർദ്ദിക്കാൻ മനുഷ്യൻ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയാം, മനുഷ്യന്റെ ബുദ്ധിയെ അതിനെ തടസ്സപ്പെടുത്തുന്ന ടെമ്പററി പ്ലഷറുകളിലേക്ക് ആളുകളെ നയിക്കാൻ ലഹരിയുടെ വ്യാപനം കാരണമായി മാറുന്നു. അച്ഛനെയും അമ്മയെയും ഉമ്മയെയും കൊല്ലാൻ മക്കൾക്ക് തോന്നുന്ന തരത്തിൽ ലഹരിയുടെ ഉപയോഗം വ്യാപകമാകും. ഈ കോഴിക്കോട്ടെ ജില്ലയിൽ തന്നെ സ്വന്തം ഉമ്മയെ കഴുത്തറുത്ത് കൊന്ന ഒരു ചെറുപ്പക്കാരന്റെ വാർത്ത നമ്മൾ വായിച്ചു നിൽക്കേണ്ടി വന്നു. എന്റെ അമ്മയെ മകൻ കൊല്ലാൻ നോക്കുന്നെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കരഞ്ഞ ഒരു മകന്റെ വാർത്ത ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ നമ്മൾ കണ്ടു നിൽക്കേണ്ടി വന്നു. ഇവിടെ ഈ പരിസര പ്രദേശത്ത് നിന്നൊക്കെ അത്തരം വാർത്തകൾ നമുക്കിടയിലേക്ക് വരികയാണ്. ബോധം നശിച്ചു കിട്ടുന്ന പ്ലഷറുകളാണ് ലൈഫിലെ സന്തോഷമെന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ ഈ മൂക്കിൽ വലിക്കുന്ന പൊടിയും കുത്തിവെക്കുന്ന ഈ പറയുന്ന സാധനങ്ങളും കൊണ്ട് വരുന്നവരുടെ മുമ്പിൽ അതല്ല ഞങ്ങളുടെ ലഹരി, ഞങ്ങളുടെ ലൈഫാണ് ഞങ്ങളുടെ ലഹരി. വി ആർ അഡിക്റ്റഡ് ടു അവർ ലൈഫ്. ഞങ്ങൾക്ക് പോസിറ്റീവ് അഡിക്ഷൻ ആണ് എന്ന് ഇന്ന് ഈ സംഗമത്തിലിരിക്കുന്ന ആളുകൾ പറയാൻ തീരുമാനിച്ചാൽ നമുക്ക് ലഹരിയെ തുരുത്താൻ പറ്റും. പ്രിയമുള്ളവരെ, എന്തെല്ലാം അഡിക്ഷൻ നമ്മുടെ ലൈഫിലുണ്ട്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ലോകത്ത് വീണ്ടും പന്തുരളാൻ പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് കൂടി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. വലിയ ഉയരങ്ങളിലൂടെ മെസ്സിയുടെ കട്ടൗട്ടർ ഇവിടെ വരുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വരുന്നു, നെയ്മറിന്റെ വരുന്നു, എംബാപ്പയുടെ വരുന്നു, ജർമ്മനിയുടെ വരുന്നു, ഹോളണ്ടിന്റെ വരുന്നു, ഇംഗ്ലണ്ടിന്റെ വരുന്നു. ഈ രാജ്യം കളിക്കുന്നില്ലാത്ത ലോകപ്പായിട്ട് പോലും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ചെറുപ്പക്കാർ സംഘടിച്ച് വലിയ കട്ടൗട്ടറുകൾ വെക്കുമ്പോൾ ആ ആവേശമാണ് ലഹരി. ആ മനോഹരമായ ഫുട്ബോളിംഗ് മൊമെന്റ്സ് ആണ് ലഹരി. കൊല്ലം ഷാഫിയുടെ പാട്ടാണ് ലഹരി. മെറിൻ ജോസഫിന്റെ കരിയറാണ്, ആനന്ദ് കുട്ടി ജോസഫിന്റെ വാക്കുകളാണ് ലഹരി. പാട്ടാണ്, നൃത്തമാണ്, പഠനമാണ്, രക്ഷിതാക്കളാണ്, മാതാപിതാക്കളാണ്, സുഹൃത്തുക്കളാണ്, സൗഹൃദമാണ്, പുസ്തകമാണ്, വരികളാണ്, വരകളാണ്, അധ്വാനമാണ്, ജയമാണ്, തോൽവിയാണ്. അതാണ് ലഹരി. അതുകൊണ്ട് കിട്ടുന്ന സുഖമൊന്നും ഒരുത്തന്റെയും സിറിഞ്ച് കൊണ്ട് കിട്ടാനില്ല എന്ന് ഈ നാട് ഉറച്ചു പറയുന്ന
ഒരു കാലം നമ്മുടെ മുമ്പിൽ വരണം. അതിന്റെ പോരാളികളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ലഹരിയെ നമുക്ക് തടഞ്ഞേ പറ്റൂ. അതിന് പ്രചോദനമാണ് നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഈ സംഗമം. ഇതിനൊരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നാദാപുരത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ നിർണായകമായ ഇടപെടൽ നടത്താൻ ഒരു ടീമായി നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ പ്രിയപ്പെട്ട MLAക്ക് കഴിയട്ടെ. അതിനൊപ്പം നടക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ അവർക്കില്ലാത്തത് നിങ്ങൾക്ക് കിട്ടണമെന്ന അവരുടെ ആഗ്രഹത്തിന്റെയും ത്യാഗത്തിന്റെയും കൂടാണ് ഈ റിസൾട്ട് എങ്കിൽ ഞാൻ ആലോചിക്കുന്നു, ഈ പ്രദേശത്തൊക്കെ ഒരുപാട് ആളുകൾ പ്രവാസികളായിട്ടുണ്ടാകും. മക്കളുടെ റിസൾട്ട് വരുന്നുള്ള ടെൻഷൻ ജോലി സ്ഥലത്തും താങ്ങാൻ കഴിയാതെ ആ റിസൾട്ട് വന്നിട്ട് വാട്സപ്പിൽ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന മാർക്കുകൾ കണ്ടിട്ട് ഒപ്പം വെയിലത്ത് പണിയെടുക്കുന്ന കഠിനാധ്വാനികളോട് എന്റെ മോള് ജയിച്ചിട്ടോ, എന്റെ മോൻ ജയിച്ചിട്ടോ എന്ന് പറയുന്ന ആ പ്രവാസിയായ പിതാവിന്റെ ഗദ്ഗതം അതെന്താണെന്ന് തിരിച്ചറിയുന്ന മക്കൾ ഇവിടെ ഉണ്ടാകും എന്ന കാര്യത്തിന് ഒരു സംശയവും എനിക്കില്ല. അപ്പൊ ഇത് ഓപ്പറേഷൻ തൂഫാൻ നിലവിൽ വന്നപ്പോഴത്തേക്കും ഷാഫി പറമ്പിൽ നടത്തിയ ഒരു സ്പീച്ചാണ്. എന്തായാലും ഈ ടീച്ചർമാർക്ക് 8ന്റെ പണി കൊടുക്കുമെന്ന് തന്നെയാണ് നിലവിൽ വരുന്ന റിപ്പോർട്ട്. ഇപ്പൊ നിലവിൽ ഷാഫി പറമ്പിൽ ഡൽഹിയിലാണ്. ഈ സമരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിന്റെയൊക്കെ തിരക്കിലാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ഈ പ്രശ്നത്തിന് പുള്ളിക്കാരൻ ഇടപെടുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. എന്തായാലും ഇനി വക്കീല് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് അതുകൂടെ കേട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതും കൂടി കണ്ടു. ഈ കഞ്ചാവ് ബിസിനസ് ഒക്കെ നടത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവര് എന്നായാലും പിടിക്കപ്പെടും. പക്ഷെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉള്ള ചെറുപ്പക്കാരായിട്ടുള്ള ചെറിയ ചെക്കന്മാരായിരിക്കും. അപ്പൊ ഇവര് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇവര് അല്ലെങ്കിൽ എന്തെങ്കിലും ജാമ്യം എടുക്കാനാണ് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ആളിനെ കൊണ്ടുവരും. പക്ഷെ ഇവര് വീട്ടുകാർ അറിയുന്നില്ല ഇവർക്ക് ഈ കേസിൽ ജാമ്യം കിട്ടില്ല എന്നുള്ളത്. അത് കോടതിയിൽ വന്നതിന് ശേഷമായിരിക്കും ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പൊ ഇവരുടെ ഈ കൊണ്ടുവരുന്ന അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ട്രോമ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു അമ്മേനെ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആ അമ്മയുടെ കരച്ചില് സ്വന്തം മോനെ അങ്ങനെ ജയിലിലേക്ക് കൊണ്ടുപോവാണ്, റിമാൻഡ് ചെയ്യാണ് എന്ന് പറയുമ്പോഴത്തേന് ആ അമ്മ കരയുന്ന, ഞാൻ ഈ കോടതിയിൽ നിന്ന് പോവില്ല, ഞാൻ ഈ ഉമ്മറത്ത് ഉറങ്ങിക്കോളാം, ഇവിടെ ഇരുന്നോളാം, എന്റെ മോന് ഒന്നും കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്റെ മോന് പറ്റില്ല, എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല, ഞാനും കൂടെ പോകും, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു അമ്മേന്റെ കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ. അപ്പൊ ദയവ് ചെയ്തിട്ട് ഈ നിങ്ങൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികൾ, നിങ്ങൾക്ക് വീടും നിങ്ങൾക്ക് സ്നേഹിക്കാനൊക്കെ ആളുള്ളപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ് വേണ്ടാന്ന് വെക്കുക. അതായത് അത് നിങ്ങളുടെ വീട്ടുകാർക്ക് കൊടുക്കുന്ന ഒരു വലിയ ട്രോമയാണ്. ഇങ്ങനെ മക്കളെ ജയിലിലേക്ക് അയക്കുന്നത് കാണുക, അല്ലെങ്കിൽ അതിലേക്ക് മക്കൾ പോകുമ്പോൾ അവർക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇത്തരം. അപ്പോ വക്കീല് പറഞ്ഞത് 100% ശരിയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ലഹരി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തിനാണ് ഈ ലഹരി? വളരെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ലഹരി എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തിനാണ് ഈ ലഹരിയുടെ പുറകെ പോകുന്നത്? എന്തൊക്കെ ബാക്കിയുള്ള ലഹരികളുണ്ട് അതിനെ നിങ്ങൾ നോക്ക്. ക്രിക്കറ്റ്, ഫുട്ബോള്, അങ്ങനെ ഓരോരോ ബാസ്കറ്റ് ബോൾ, ഇങ്ങനെ ഇഷ്ടംപോലെ സ്പോർട്സ് പരമായിട്ട് ഒരുപാട് കാര്യങ്ങളില്ലേ ഈ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പെൺകുട്ടികളാണെങ്കിൽ അവർക്കും വേറെ ഓരോരോ കലാപരമായിട്ട് എന്തെങ്കിലും പോയിക്കൂടെ? എന്തിനാണ് ഈ ലഹരി ഉപയോഗിക്കുന്നത്? സ്വന്തം ജീവൻ എന്തിനു നശിപ്പിക്കണം? സ്വന്തം ശരീരം എന്തിനു നശിപ്പിക്കണം? നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. എന്തെങ്കിലും ഇതുപോലെ വല്ല കേസിൽ പെട്ടുകഴിഞ്ഞാൽ എന്ത് നാണക്കേടാണ്. എന്തായാലും പുറത്തിറങ്ങിയിട്ടെങ്കിലും ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കണ്ടേ? പിന്നെ എങ്ങനെ തേച്ചായാലും മായ്ച്ചാലും പോകാത്ത ചീത്തപ്പേരായിരിക്കും ഇതൊക്കെ ഇങ്ങനെ ഒരു കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാല്. അപ്പൊ എന്തായാലും എനിക്ക് ഒന്നും പറയാനില്ല കൂടുതൽ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇത് കേട്ടിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. പ്ലീസ് ലൈക്കും സബ്സ്ക്രൈബും തീർച്ചയായിട്ടും ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ